ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് ഭൗമരാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ, അതിപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം എന്ന് പറയില്ല, അമേരിക്കൻ ഇമ്പീരിയലിസം എന്നോ അല്ലെങ്കിൽ അമേരിക്കൻ സൂപ്പർ പവർ എന്നൊക്കെയാണ് നമ്മൾ പേര് മാറ്റി പറയുന്നുള്ളൂ. പക്ഷേ സംവിധാനങ്ങളെല്ലാം സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കുക. ജിയോ പൊളിറ്റിക്സ് ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അമേരിക്കൻ അല്ലെങ്കിൽ നമുക്ക് ആംഗ്ലോ അമേരിക്കൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ അവരുടെ സാമ്രാജ്യ ശക്തിയുടെ വികസനത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിർമ്മിച്ചെടുത്തിട്ടുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും ജിയോ പൊളിറ്റിക്സ് ആണെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ലോകക്രമത്തിൽ പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UN ഉണ്ടായി. അതിനു മുമ്പ് തന്നെ അങ്ങനെ തന്നെയാണ്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. എന്നാൽ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്കൊരു പുതിയ ലോകക്രമം ഉണ്ടായി എന്നുള്ളൊരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ആണ് എവിടെയും നിലനിൽക്കുന്നത്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം പോലും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, അതൊരു ഉഭയകക്ഷി പ്രശ്നമല്ല. ബൈലാറ്ററൽ ഇഷ്യൂ എന്നോ ബൈലാറ്ററൽ കോൺഫ്ലിക്റ്റ് എന്നോ ഒക്കെ നമ്മൾ പറയുന്ന പോലെ അതൊരു ഉഭയകക്ഷി പ്രശ്നമല്ല, അതൊരു ജിയോ പൊളിറ്റിക്കൽ വിഷയമാണ് ശരിക്കും. കാരണം അതിനകത്തിൽ ഈ ലോകത്തിലെ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നേരിട്ടും അല്ലാതെയുമുള്ള പങ്കുണ്ട്. അവർക്കെല്ലാം ഇതിൽ സ്റ്റേക്ക് ഉണ്ട്, ഷെയർ ഉണ്ട് പല രീതിയിലും. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും കാണും, റഷ്യ ഉൾപ്പെടെ. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ നമുക്ക് പല രീതിയിലൊക്കെ ആയുധങ്ങൾ തരുന്നത് കൊണ്ട് പോലും. ഇപ്പോൾ ഫ്രാൻസ് നാറ്റോയിലൊരു മെമ്പറാണ്. ഏഹ് അമേരിക്ക ആണ് നാറ്റോയുടെ അധിപതി. അമേരിക്ക പാകിസ്ഥാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസ് നമുക്ക് ആയുധങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ആയുധങ്ങൾ തരുന്നു എന്നതിൽ കവിഞ്ഞ് ഫ്രാൻസിൽ നിന്നും മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകളൊന്നും നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ദൂരെ ഉള്ള രാജ്യങ്ങൾ ഇല്ലേ ഈ പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്തെ വിഷയത്തിൽ, ഈ വിഷയത്തിൽ പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമതായിട്ട്. അതാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്നാലും അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇറാൻ ഇറാഖ് വിഷയമായാലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയമായാലും അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വിഷയം, ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജിയോ പൊളിറ്റിക്സ് എന്ന് വിളിക്കാം. ജിയോ പൊളിറ്റിക്സ് ഈ പറഞ്ഞ അമേരിക്കൻ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ജിയോ പൊളിറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് ഈ ലോകക്രമത്തിൽ ഇതുപോലെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതുപോലുള്ള യുദ്ധങ്ങളും ഇതുപോലുള്ള എന്താണ് പറയുന്നത് രൂക്ഷമായിട്ടുള്ള പിന്നെ ഈ കോൺഫ്ലിക്റ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ഇറാൻ്റെ ഇറാൻ ഇസ്രായേൽ വിഷയവും ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്ന എല്ലാ വിഷയങ്ങളും ജിയോ പൊളിറ്റിക്സിൻ്റെ ജിയോ പൊളിറ്റിക്സ് ആണ്, അല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണല്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിഷയം ഉണ്ടാകാനാണെങ്കിൽ ഈ ഇസ്രായേലിനും ഇറാനും തമ്മിൽ അതിർത്തി പോലുള്ള അവർ തമ്മിൽ വളരെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. എങ്ങനെ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഒരിക്കലും നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ അതിർത്തി പങ്കിടുന്നതാണ്, ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്നതാണ്, റഷ്യ യുക്രൈൻ അതിർത്തി പങ്കിടുന്നതാണ്. പക്ഷേ ഇസ്രായേലും ഇറാൻ തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല. അവർ തമ്മിലാണ്ട് 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ മൈലുകളുടെ വ്യത്യാസമുണ്ട്, കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജിയോ പൊളിറ്റിക്സിനെ നമ്മൾ കഴിഞ്ഞൊരു 10-100 വർഷമായിട്ട്, 100 വർഷം ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഉള്ള സമയത്ത് തന്നെ നമുക്കറിയാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ലോകത്തിൽ അന്നത്തെ ലോകക്രമത്തിൽ നമ്മൾ കണ്ട ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്സിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ഒരു സംവിധാനമായിരുന്നു. അത് എന്താണെന്നോ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് എംപയർ നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത നാടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബ്രിട്ടീഷ് സാമ്രാജ്യം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അതിനെ അമേരിക്കയിലേക്ക് അതിനെ എന്താണ് പറയുക റീപ്ലാന്റ് ചെയ്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരുടെ ഓപ്പറേഷൻസ് അമേരിക്കൻ ബേസ്ഡ് ആക്കി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ അതിനുശേഷം അമേരിക്കൻ സൂപ്പർ പവർ എന്നോ അല്ലെങ്കിൽ അമേരിക്കൻ എംപയർ സാമ്രാജ്യം, രണ്ടും ഒന്നും തന്നെയാണ്. അതിനകത്ത് വലിയ വ്യത്യാസമാണെന്നില്ല. അപ്പോൾ ലോകക്രമത്തിൽ അതിനകത്തിൽ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം അവരെ നിയന്ത്രിക്കുന്ന ലോകക്രമമാണ്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനകത്തിൽ നിന്ന് അവർ കൂടുതൽ സമ്പത്ത്, ഏഹ്, എന്താണ് സമ്പത്തിൻ്റെ മുകളിൽ അവർക്ക് നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ ഉള്ള വിഭവങ്ങളുടെ മുകളിൽ അവർക്ക്
നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കുകയും സ്വാധീനം നഷ്ടപ്പെടാതിരിക്കുകയും കൂടുതൽ കൂടുതൽ വെട്ടിപ്പിടിക്കാനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മറുഭാഗത്ത് റഷ്യ എന്ന് പറയുന്നൊരു പിന്നെ എന്താണ് പറയുന്നത് എംപയർ ബിൽഡറും ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെ എപ്പോഴും കേൾക്കുന്നത് ഒരു ഭാഗത്ത് അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളും മറുഭാഗത്ത് റഷ്യ, ഇപ്പോൾ പിന്നെ ചൈനയും കൂടെ റീസെൻ്റായിട്ട് ഒളിഞ്ഞും തൊലിഞ്ഞും ഒക്കെ പിക്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോമൺ ഡിനോമിനേറ്റർ എവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അമേരിക്കയാണ്, ഇപ്പോഴത്തെ റഷ്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്സ് ആരുടെ കൈകളിലാണ്, ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ വിഷയവും അതുതന്നെയാണ്, ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളും അതുതന്നെയാണ്. ഈവൻ ഇന്ത്യ ചൈന വിഷയം ഉണ്ടാകുമെങ്കിൽ അത് ജിയോ പൊളിറ്റിക്സിൻ്റെ മാത്രം ഭാഗമാണ്. കാരണം ഇതിനകത്തിലെല്ലാം മറ്റുള്ളവർക്ക് വളരെ കൃത്യമായിട്ടുള്ള പിന്നെ റോളുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർക്ക് അതിനകത്തിൽ പങ്കുണ്ട്, സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ വിഷയം നമ്മൾ എപ്പോഴും പറയാനാണ്. കാരണം ഇറാൻ നമുക്കിപ്പം സത്യം പറഞ്ഞതിനകത്ത് നമുക്ക് വേറെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറാൻ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രോക്സി തന്നെയാണ്, പ്രോക്സിയായിട്ട് തന്നെ ഉണ്ടാക്കിയാണ് മിഡിൽ ഈസ്റ്റിലെ. ഞാൻ നേരത്തെ പറഞ്ഞാണ് അത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ചാനലുകളൊന്നും തന്നെ ഇത് സാറിനെ ചർച്ച ചെയ്യാറില്ല. എന്താണ് ഇസ്രായേൽ എന്നുള്ളത്, ഇസ്രായേൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പ്രോജക്റ്റ് പാകിസ്ഥാൻ എന്നുള്ളതിൻ്റെ മറ്റൊരു വശമാണ് ഈ പ്രോജക്റ്റ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഏരിയാസിനെ റീജിയനെയൊക്കെ തന്നെ അമേരിക്കൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ ഒതുക്കി നിർത്താൻ വേണ്ടി അതിൻ്റെ പരിധിയിൽ നിർത്താൻ വേണ്ടി അവർ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അല്ലാതെ ഇസ്രായേൽ അതിനൊരു ഹിസ്റ്റോറിക്കൽ കൊണോട്ടേഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് കണക്ഷൻ ഒന്നുമില്ല ഇപ്പോഴത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് അറിയാൻ അറിവുള്ളവർക്ക് അതിനെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, ഇസ്രായേൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങൾ, അമേരിക്ക എന്ന് ഞാൻ പറഞ്ഞ അമേരിക്ക എന്ന രാജ്യമായിട്ടല്ല കണക്കാക്കേണ്ട, അത് ഒരു നേഷൻ സ്റ്റേറ്റിന് ഉപരി അതൊരു എംപയർ സാമ്രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എപ്പോഴും മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെ ഇതിൻ്റെ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ കുറേ ലെങ്തി ആയി പോകും, ഐ എം സോറി. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തിലെ പ്രധാന ടോപ്പിക് പെട്രോ ഡോളർ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ ഒത്തിരി നാളുടെ നമ്മൾ കേൾക്കുന്ന സംവിധാനമാണ്, എന്താണ് പെട്രോ ഡോളർ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള ഒരു വിവരണമാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ അതിനകത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം US യൂണിവേഴ്സൽ ഡോളറാണ്, യൂണിവേഴ്സൽ കറൻസിയാണ്. മറ്റൊരു കറൻസിക്കും ആ ഒരു പൊസിഷനില്ല. പണ്ട് ബ്രിട്ടനുള്ള സമയത്ത് ബ്രിട്ടീഷ് പൗണ്ട് അല്ലെങ്കിൽ സ്റ്റെർലിംഗ് ആയിരുന്നു യൂണിവേഴ്സൽ കറൻസി. ബ്രിട്ടൻ മാറി അമേരിക്ക സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അമേരിക്കൻ ഡോളറായിട്ട് യൂണിവേഴ്സൽ കറൻസി, ഗ്ലോബൽ കറൻസി എന്നൊക്കെ പറയാം. അവർക്കാണ് ഈ ലോകത്ത് മോണോപ്പൊളി ഉള്ളത്. കാരണം എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന അവരുടെ കയ്യിൽ ഡോളർ കൂടുതൽ ഉണ്ടാകണം, അല്ലേ? അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും നമ്മുടെ കയ്യിൽ ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു സംവാട്ട് സ്ട്രെങ്തൻഡ്, അല്ലെങ്കിൽ നമ്മളൊരു എംപവേർഡ് ആയിട്ടൊന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ അതിൻ്റെ പവറാണ് യൂണിവേഴ്സൽ കറൻസി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ള പവറുണ്ട്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യവും ഏത് സാമ്രാജ്യത്തിൻ്റെയും നെടുന്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കറൻസിയാണ് ശരിക്കും പറഞ്ഞത്. കറൻസി അത് ജനങ്ങൾക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കറൻസിയാണെന്ന് ചോദിച്ചാൽ കറൻസിയെ ആശ്രയിച്ചാണോ സാമ്രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻസിയെ ആശ്രയിച്ചല്ല സാമ്രാജ്യം. പക്ഷേ കറൻസി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ശരിക്കും പറഞ്ഞത്. കാരണം കറൻസി എന്ന് പറയുമ്പോൾ അത് എക്കോണമിയായിട്ടും ഫിനാൻസും വളരെയധികം ബന്ധപ്പെടുന്നതാണ്. ഇതെല്ലാം പിന്നെ എക്കോണമി, ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ശക്തിയും വ്യാപ്തിയും അവരുടെ സാമ്രാജ്യമൊക്കെ അവർക്ക് വികസിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ, അതോടെ ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അപ്പം ഈ US ഡോളർ ഗ്ലോബൽ റിസർവ് കറൻസിയാണ്. എല്ലാ രാജ്യങ്ങളും അത് റിസർവായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ വാല്യൂ അല്ലെങ്കിൽ പവർ കൂടുകയും കുറയുകയും കൂടുകയാണെങ്കിൽ അമേരിക്കയുടെ സാമ്രാജ്യം അല്ലെങ്കിൽ അമേരിക്കയുടെ സൂപ്പർ പവർ സ്റ്റേറ്റസ് വർദ്ധിക്കും. അത് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബലത്തിൽ ബലം ക്ഷയിക്കാനോ അല്ലെങ്കിൽ ബലം ശിഥിലമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ നമ്മൾ കാണുന്നത് ഈ പെട്രോൾ ഡോളർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അമേരിക്കൻ ഡോളറിൻ്റെ വാല്യുവേഷൻ ഓയിൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മോണോപ്പൊളി, ആ ഒരു കുത്തക അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡോളറിൻ്റെ വാല്യൂ കുറയുകയും അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും. എല്ലാ സാമ്രാജ്യവും അങ്ങനെ തന്നെയാണ് ക്ഷയിക്കുന്നതെന്നല്ല. അപ്പം കറൻസി ആണ് എല്ലാ രാജ്യത്തിൻ്റെയും, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ
നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നെടുംതൂണ് കറൻസിയാണ്. കറൻസിയുടെ വാല്യൂവിനെ അനുസരിച്ചിരിക്കും പിന്നെ അത് തന്നെ അല്ല കറൻസിയുടെ അക്സെപ്റ്റബിലിറ്റി ഗ്ലോബലി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും ആ രാജ്യത്തിൻ്റെ ശക്തി പവർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡോളറിൻ്റെ ശക്തിയും യൂണിവേഴ്സൽ കറൻസി ആയതുകൊണ്ടും ആക്കിയത് കൊണ്ടും അതിനെ ഓയിലുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണ്, ഓയിൽ ഇൻഡസ്ട്രി ആയിട്ട്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയുമായിട്ട് ഓപ്പക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടാണ് അമേരിക്കയുടെ ശക്തി അതുപോലെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് അമേരിക്കയ്ക്ക് ഈ ചലഞ്ചസ് ഉണ്ടാകുന്നത്. ആ ചലഞ്ചാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്, രണ്ടോ മൂന്നോ ദശാബ്ദക്കാലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു കൂടുതൽ യുദ്ധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാഖിനെതിരെയും ലിബിയ അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനെതിരെയൊക്കെ ചെയ്യുന്ന യുദ്ധങ്ങൾ ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ അവിടെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്നുമല്ല. അതിൻ്റെ പ്രധാന കാരണം ഇതല്ലോ അമേരിക്കൻ ഡോളറിൻ്റെ കുത്തകയെ അല്ലെങ്കിൽ കുത്തക അവകാശം മോണോപോളിയെ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചലഞ്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നുകൊണ്ടാണ് യുദ്ധത്തിനും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഈ പറഞ്ഞ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറാന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇറാനും ഒറ്റയ്ക്കല്ല, ഇറാൻ, ചൈന അല്ലെങ്കിൽ റഷ്യ, ഈവൻ ഇന്ത്യയുമായിട്ടൊക്കെ തന്നെ ഒത്തുനിന്നുണ്ട് ഡോളറിനെ ചലഞ്ച് ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ അവരുടെ കണ്ണിലെ കരടായി മാറിയതും ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് വന്ന് അവസാനിച്ചതും. അപ്പോൾ ഇനി നമുക്ക് പെട്രോ ഡോളർ എന്താണെന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. പെട്രോ ഡോളർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാകുന്നത്. 1973 നമുക്ക് പോകേണ്ടി വരും. ഇതൊരു പഴയ ആർട്ടിക്കിളാണ് കേട്ടോ. ഈ പഴയ ആർട്ടിക്കിളാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 എഴുതിയാണ്. ഈ 2012 എഴുതിയാണെങ്കിലും അന്ന് മുതലേ ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവലോകനം നടത്തുന്ന ആൾക്കാരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം 100% ക്ലിയർ ആണ്, അല്ലെങ്കിൽ 100% കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി സാധിക്കും. ഓക്കെ, അപ്പോൾ 73 നമുക്ക് പോകാം. പെട്രോ ഡോളറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ പ്രസിഡന്റ് അമേരിക്കയുടെ നിക്സൺ ആയിരുന്നു. സൗദി അറേബ്യയുടെ കിങ് ഫെയ്സലായിരുന്നു. അപ്പം നിക്സൺ അല്ലെങ്കിൽ അമേരിക്ക സൗദിയോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ഓയിൽ വിൽക്കുമ്പോൾ, സാധാരണ നമ്മളിപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എങ്ങനെയാണ്, ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഇപ്പോൾ ഇന്ത്യ സൗദിയും തമ്മിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സൗദിയിൽ നിന്ന് ഏത് സാധനം മേടിച്ചാലും, സൗദി ഇന്ത്യയിൽ നിന്ന് ഏത് സാധനം മേടിക്കുകയാണെങ്കിലും, ഇന്ത്യ സൗദിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ സൗദി റിയാൽ കൊടുത്ത് നമ്മൾ സാധനം മേടിക്കുന്നു, സൗദി ഇന്ത്യയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന് ഏത് രാജ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് ആ രാജ്യത്തിൻ്റെ കറൻസി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ അമേരിക്കയും സൗദിയും കൂടെ തീരുമാനമെടുത്ത് പിന്നെ ഇനി മുതൽ ഓയിൽ ഡോളറിൽ മാത്രമേ വിൽക്കാവൂ, അല്ലെങ്കിൽ ഡോളർ തന്നിട്ട് ഓയിൽ മേടിക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഓയിൽ കൊടുക്കാവൂ. എന്നിട്ട് ആദ്യം ഇത് സൗദിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യക്ക് ഒത്തിരി ജിയോ പൊളിറ്റിക്സ് വേറെ ഉണ്ട്, അത് പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. എന്നിട്ട് അവർക്ക് സൗദിയുടെ ഈ പറഞ്ഞ സൗദിയിലേക്ക് വരുന്ന, കാരണം ഓയിൽ എല്ലാ രാജ്യത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒരു രാജ്യത്തിനകത്ത് നിന്ന് പിന്മാറാൻ സാധിക്കില്ല. കാരണം 73 അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ അവരുടെ സൂപ്പർ പവർ സ്റ്റാറ്റസിലെ അവരുടെ സുപ്രീം പവറായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടാണ്. ആർക്കും അതിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ന് അമേരിക്ക ഫേസ് ചെയ്യുന്ന ചലഞ്ച് പോലെ അല്ലെങ്കിൽ വെല്ലുവിളികൾ പോലെ അന്ന് യാതൊരു വെല്ലുവിളികളുണ്ടായിരുന്നു. US പറഞ്ഞ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും. അപ്പം എല്ലാ രാജ്യങ്ങൾക്കും വളരെ അത്യാവശ്യമായൊരു പിന്നെ റിസോഴ്സാണ് എനർജി, ഓയിൽ എന്നുള്ളത് കൊണ്ട് ഒരു രാജ്യത്തിനും പിന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കത്തില്ല. അതുതന്നെയല്ല, എല്ലാ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് ഉള്ള സൗദി അല്ലെങ്കിൽ ഇറാഖ് അല്ലെങ്കിൽ കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സൗദിയിലേക്ക് വരുന്ന ഡോളർ അത് അവർ റീസൈക്കിൾ ചെയ്ത് US ട്രഷറി ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളുടെ കയ്യിലുള്ള ഡോളറൊക്കെ തന്നെ അമേരിക്കയുടെ കൈകളിലെത്തും, ഇല്ലേ? ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ അത് ട്രഷറി ബോണ്ടിലും നോട്ട്സ് ബിൽസിലൊക്കെ സൗദി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സ്കീം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു ഗ്ലോബൽ സ്കീം എന്ന് നമുക്ക് തന്നെ പറയാം. അതിന് പകരം നിക്സൺ പറഞ്ഞു നിങ്ങളുടെ പ്രൊട്ടക്ഷൻ മൊത്തം മിലിറ്ററി, അതായത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ മൊത്തം, അത് പണ്ടേ ഉണ്ടായിരുന്നു സൗദി അമേരിക്കൻ തമ്മിൽ ആ ഒരു എന്താണ് പറയുന്നത് ട്രീറ്റി അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു സംഭവത്തോടുകൂടി അതിനെ കൂടുതൽ ശക്തമാക്കി എന്നുള്ളത്. എന്നുവെച്ചാൽ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ ഇറാനും ഇറാഖും പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാതെ നിങ്ങളുടെ ഓയിൽ ഫീൽഡിനെയും
അതുപോലെ തന്നെ നിങ്ങളുടെ രാജ്യത്തെ സൗദിയെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം, പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷമാണ് അമേരിക്കയും സൗദിയും തമ്മിൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും അമേരിക്കയുടെ മിലിറ്ററി അല്ലെങ്കിൽ സപ്പോർട്ടുകളും കൂടുതൽ വെപ്പൺസ് ഒക്കെ സൗദിക്ക് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള അതിനുശേഷമാണ്. അപ്പോൾ അന്ന് ഇറാനും ഇറാഖും പിന്നെ അമേരിക്കയുടെയൊക്കെ കണ്ണിലെ കരടായിരുന്നു. കാരണം US ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ തന്നെയായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് വളരെ പിന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അല്ലെങ്കിൽ ചില ഒരു തുടക്കത്തിൻ്റെ കൂടെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അമേരിക്കയിൽ ഇതിൻ്റെ ഫലമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഭയങ്കര ബൂമാകുകയും US ഡോളറിൻ്റെ വാല്യുവേഷൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് ഒരു അടിത്തറയായിട്ട് ഈ ഒരു സൗദി അമേരിക്കൻ പിന്നെ കരാറ് മാറുകയും ചെയ്തു. 1973 75 ഒപ്പക്കിലുള്ള എല്ലാ രാജ്യങ്ങളും അവർ US ഡോളറിൽ ഓയിൽ വിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ എല്ലാ രാജ്യത്തിനും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളർ കൊടുത്താൽ മാത്രമേ ഓയിൽ കിട്ടത്തുള്ളൂ. അത് ഇന്ത്യക്കായാലും പാകിസ്ഥാനായാലും ചൈനയ്ക്കായാലും എല്ലാവർക്കായാലും. അപ്പോൾ അന്ന് ഇന്ത്യയെ പോലുള്ള പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ, ഈവൻ ചൈന ആയാലും തന്നെയും വളരെ ദരിദ്ര രാജ്യങ്ങളായതുകൊണ്ട് നമ്മുടെ കൈകളിൽ വളരെ കുറച്ച് ഡോളറുകൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അമേരിക്കയിലൊക്കെ ഉള്ള എക്സ്പോർട്ടുകൾ നമുക്ക് കൂടുതലായി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഡോളേഴ്സ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എനർജി എപ്പോഴും അത്യാവശ്യമാണ്, ഓയിൽ എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളർ കൊടുത്താൽ മാത്രമേ ഓയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ കയ്യിലുള്ള US ഡോളർ സേവ് ചെയ്യാൻ തുടങ്ങി. ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളർ കൊടുത്തേ വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങളെ അവർക്ക് കുറയ്ക്കേണ്ടി വരും. കാരണം മറ്റ് സാധനങ്ങൾ അവർ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡോളർ ചിലവാക്കി കഴിഞ്ഞാൽ ഓയിൽ മേടിക്കാൻ പിന്നെ ഡോളർ കാണത്തില്ല. ഓയിലിൻ്റെ ഇമ്പോർട്ട് ആ രാജ്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പിന്നെ ജീവിതവും സമ്പദ് വ്യവസ്ഥയൊക്കെ തന്നെ വളരെ അവതാളത്തിലാകുമെന്നുള്ളൊരു അവസ്ഥകളുണ്ട്. അങ്ങനെ ഡോളറിൻ്റെ ഡിമാൻഡ് ലോകത്ത് മൊത്തം ഭയങ്കരമായിട്ട് കൂടി. അവരുടെ കറൻസിയുടെ വാല്യൂവും ബലപ്പെടുകയും ചെയ്തു, ശക്തിപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, ഒപ്പക്കിലുള്ള പ്രത്യേകിച്ച് സൗദി അറേബ്യ അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തന്നെ അവരുടെ കയ്യിലുള്ള സർപ്ലസ് ഡോളർ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗവൺമെൻറ്റിന് വളരെ ഈസി ആയിട്ട് അവരുടെ രാജ്യത്തെ സ്പെൻഡിങ്ങിന് വേണ്ടി ഉള്ള പണം റീസൈക്കിൾ ചെയ്ത് അവരുടെ കൈകളിൽ എത്താൻ തുടങ്ങി. കൂടുതൽ അവർക്ക് കറൻസി പ്രിൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂട്ടേണ്ടെന്നോ ആവശ്യം അവർക്കൊന്നുമില്ല. അങ്ങനെയാണ് അമേരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുകയും അവരുടെ രാജ്യത്തെ സ്പെൻഡിങ് ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഈസി റൂട്ടിൽ എന്നുവെച്ചാൽ ലോക രാജ്യങ്ങളുടെ കയ്യിലുള്ള ഡോളറെല്ലാം റീസൈക്കിൾ ചെയ്ത് ഈ പറഞ്ഞ ഒപ്പക്ക് വഴി റീസൈക്കിൾ ചെയ്ത് അമേരിക്കയുടെ കൈകളിലെത്തും. അമേരിക്ക ആ പണം ഉപയോഗിച്ചിട്ട് അവരുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനാണ് പെട്രോ ഡോളർ എന്ന് പറയുന്നത്. ഡോളറിനെ പെട്രോളിയമായിട്ട് അല്ലെങ്കിൽ ഓയിലുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ അതൊരു വളരെ ബുദ്ധിപരമായിട്ടുള്ള പൊളിറ്റിക്കലും ഇക്കണോമിക്കായിട്ടുള്ളൊരു മൂവ് ആണെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും തീർച്ചയായിട്ടും അതിപ്പോഴും നിലനിൽപ്പുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു മുഖ്യധാരയിലൊക്കെ ഒരു സംഭാഷണം അല്ലെങ്കിൽ ചർച്ച ഉണ്ടായിരുന്നു. സൗദി പെട്രോ ഡോളറിൽ നിന്ന് പിന്മാറുന്നത് അതൊരിക്കലും സാധിക്കത്തില്ല. സോറി, അതൊരിക്കലും നടന്നിട്ടില്ല, അതൊരിക്കലും സാധ്യമാകത്തില്ല. കാരണം പെട്രോ ഡോളറിൽ നിന്ന് സൗദി പിന്മാറിക്കഴിഞ്ഞാൽ ഇറാനേക്കാളുടെ മുമ്പിൽ സൗദി ആക്രമിക്കപ്പെടും. മനസ്സിലായല്ലോ. അതാണ് ലോക ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ, ഇറാഖിനെതിരെ, ലിബിയക്കെതിരെയും ഇപ്പോൾ ഇറാൻ നടക്കുന്നതിരെ യുദ്ധങ്ങളെല്ലാം തന്നെ അവർ ഡോളറിനെ ചലഞ്ച് ചെയ്തതുകൊണ്ടാണ്. അമേരിക്കൻ ഹെജിമണി അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്തിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഡോളറിനെ ചലഞ്ച് ചെയ്താലേ പറ്റുള്ളൂ. കാരണം ആ രാജ്യം ഏർപ്പെട്ടിരിക്കുന്ന ട്രേഡ് ഡോളറിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും കറൻസിയിലേക്ക് അവർ മാറ്റുമ്പോഴാണ് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്ക് ചൊറിയുന്നതും അവർ മറ്റ് കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുന്നവരാണ്. നമുക്കറിയാം ഇറാഖിനെതിരെ അവർ ഉപയോഗിച്ച കള്ളങ്ങൾ ഏതൊക്കെയാണ്? വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, മാരകായുധങ്ങൾ ഉണ്ടാക്കുന്നൊന്നുമില്ല. പക്ഷേ അവിടെ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാം പിന്നീട് തെളിഞ്ഞാണ്. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെ ഈ സെയിം കള്ളം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, ഇറാൻ കുറേ നാളുകളായിട്ട് ചൈനയുമായിട്ടും ഇന്ത്യയായിട്ടും റഷ്യയായിട്ടൊക്കെ ഒത്തു നിന്നിട്ട് ഡോളറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ട്രേഡുകൾ, കാരണം അവരുടെ മണ്ടയ്ക്ക് സാങ്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ലോക കമ്പോളത്തിലുള്ള ഓയിലും അല്ലെങ്കിൽ ഗ്യാസൊന്നും വിറ്റഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ട് അവർ ബൈലാറ്ററലായിട്ട് ട്രേഡ് ഇന്ത്യയായിട്ട് ഇന്ത്യൻ റുപ്പിയിലോ റഷ്യയായിട്ട് റഷ്യൻ റൂബിളിലോ ചൈനയായിട്ട് ചൈനീസ് യുവാനിലോ ഒക്കെ തന്നെ ആയിരിക്കും അവർ ട്രേഡ് നടത്തുന്നത്. ഡോളറിനെ അവർ പിന്നെ എന്താണ് പറയുന്നത് ഉപേക്ഷിച്ചു. അപ്പോൾ ഡോളറിനെ ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും
അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് മാറുമ്പോൾ മറ്റു രാജ്യങ്ങളും അതിനെ പിന്തുടരും. അങ്ങനെ അമേരിക്കൻ ഡോളറിൻ്റെ ശക്തി ക്ഷയിക്കുക, അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയോ ചെയ്യുമെന്നുള്ള പേടിയിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ലോകത്തെ ഓയിൽ മണി അമേരിക്കൻ ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെൻട്രൽ ബാങ്കിലേക്ക് വരികയും എന്നുവെച്ചാൽ അമേരിക്കൻ എക്കോണമിയിലേക്ക് വരികയും പിന്നെ ലോകത്ത് മൊത്തവും ഡോളറിന് വേണ്ടി ഭയങ്കര എന്താണ് പറയുന്നത് ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്തു. അപ്പം ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആർക്കും എല്ലാ രാജ്യത്തിനും ഓയിൽ അത്യാവശ്യമാണ്. ഓയിൽ മേടിക്കുന്നതിന് ഡോളറും അത്യാവശ്യമാണ്. അങ്ങനെ ഡോളറിൻ്റെ ഡിമാൻഡ് വളരെ കൂടി. അതുപോലെ തന്നെ യു എസ് ഡെറ്റിന് അമേരിക്കയുടെ കടത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഈ കടം എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്തെന്ന് വെച്ചാൽ ഈ അമേരിക്ക അതിന് പകരം ഈ യു എസ് ട്രഷറി ബോണ്ടും ബില്ലും നോട്ട്സും ഒക്കെ ഇറക്കിയിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾ സൗദി പോലുള്ള രാജ്യങ്ങളെ കൊണ്ട് ഇത് മേടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇത്ര വർഷത്തേക്ക് 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് ബോണ്ട് കൊടുക്കും. അപ്പം സൗദി ഇത്ര മില്യൺ US$ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡോളർ അമേരിക്കൻ കൈകളിലെത്തും. അമേരിക്ക ആ ഡോളർ ഉപയോഗിച്ചിട്ട് അവരുടെ എക്കോണമി അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നടക്കുന്നത് ഇപ്പോഴും. അപ്പം ഫലത്തിൽ അമേരിക്കയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ ഓയിൽ എക്സ്പോർട്ടിങ് ഒപ്പക്കിൽ നിന്നുള്ള ഓയിൽ കിട്ടി എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. മറ്റ് രാജ്യങ്ങളുടെ കയ്യിലുള്ള ഡോളർ ഉപയോഗിച്ച് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇൻ എഫക്റ്റ് ഫലത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം ഈ ഓയിൽ ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കറൻസിയായിട്ടാണ്. അമേരിക്കൻ കറൻസി എന്ന് പറയുമ്പോൾ അവരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നില്ലേ. ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ കറൻസി അവരല്ലേ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡോളർ കൺട്രോൾ ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും അമേരിക്ക ആയതുകൊണ്ട് ആ ഡോളറുമായിട്ട് ഓയിലിനെ ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അമേരിക്ക പറയുന്നത് പോലെ തന്നെ മാത്രമേ ഈ ലോകത്ത് നടക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയാണ് അന്ന് മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഓയിലിനപ്പുറം ഈ പെട്രോൾ ഡോളർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കറിയാം ഓയിൽ മാത്രമല്ല മറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് എല്ലാം തന്നെ ഡോളറിലാണ് നടക്കുന്നത്. അപ്പോൾ അത് റഷ്യ മുതൽ ചൈന വരെ, ബ്രസീൽ മുതൽ സൗത്ത് കൊറിയ വരെ എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞ ഡോളറിൻ്റെ ബേസിലാണ്. കാരണം ഡോളർ യൂണിവേഴ്സൽ കറൻസിയാണ്, ഗ്ലോബൽ കറൻസിയാണ്. എല്ലാ രാജ്യങ്ങളും ട്രേഡ് നടത്തുന്നത് പെട്രോളിയം പ്രോഡക്ട്സ് മാത്രമല്ല, ഓയിലിന് മാത്രമല്ല, ഓയിലിനപ്പുറം മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലെ ഇമ്പോർട്ടുകൾ എക്സ്പോർട്ടുകൾ നടക്കുന്ന ഡോളറിൽ മാത്രമാണ്. അതുകൊണ്ട് ഡോളറിൻ്റെ ശക്തി ലോകം മൊത്തവും വ്യാപിക്കുകയും അതിൻ്റെ ഡിമാൻഡ് വളരെ കൂടുകയും ചെയ്തു. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഉള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇപ്പോഴും രാജ്യങ്ങൾ ശ്രമിക്കുന്നതിന് കൂടുതൽ ഡോളർ അവരുടെ കൈകളിലേക്ക്, അവരുടെ റിസർവിലേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില വെല്ലുവിളികൾ ലോകത്ത് അമേരിക്കൻ ഡോളറിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാനാണ് അവരിപ്പോൾ യുദ്ധം ചെയ്യുന്നത്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു റിവാർഡ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു വലിയൊരു ലോട്ടറി അടിക്കുന്നതിന് തുല്യമായിരുന്നു. 1950-കളിലൊക്കെ ഓയിലിൻ്റെ ഉപയോഗം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഓയിലിൻ്റെ ഉപയോഗം കൂടുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ഡോളറിൻ്റെ ഡിമാൻഡും കൂടും. അപ്പോൾ അത് അമേരിക്കൻ എക്കോണമിയെ കൂടുതൽ വളർത്തുന്നതിലേക്ക് അത് നയിച്ചു. കാരണം അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് കൂടുതൽ അധികം കറൻസി പ്രിൻ്റ് ചെയ്യാതെ ഈ പറഞ്ഞ ലോകത്തിൻ്റെ കയ്യിലുള്ള ഡോളറെല്ലാം അവരുടെ കൈകളിലേക്ക് എത്തുകയും അത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഡോളർ ഉപയോഗിച്ച് അവർക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് എന്താണ് പറയുന്നത് എക്കോണമിയെ വളർത്താൻ അവർക്കത് സഹായകമായി. അങ്ങനെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വളരെ എന്താണ് പറയുന്നത് വളരെ ശക്തമായിട്ട് വളരുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. കാരണം അമേരിക്കൻ ഡോളറിൻ്റെ ഡിമാൻഡ് ലോകത്തെല്ലാം കൂടി. എപ്പോഴും എല്ലാ രാജ്യങ്ങളും ഡോളർ കൈവശം വയ്ക്കുവാൻ അവർക്ക് നിർബന്ധിതരായി. കാരണം ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളർ ഉണ്ടല്ലോ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. അതായത് ഡോളർ സ്ട്രോങ് ആയപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ കൺസ്യൂമേഴ്സിന് വളരെ ചീപ്പായിട്ട് അവരുടെ കൺസംഷനെ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവർക്ക് ചീപ്പായിട്ട് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ സാധിച്ചു, ഡോളർ സ്ട്രോങ് ആയതുകൊണ്ട്. ഇതൊരു ഇക്കണോമിക്കൽ സൈഡാണത്. നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഡോളറിൻ്റെ ശക്തി അല്ലെങ്കിൽ ഡോളറിൻ്റെ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. ജനങ്ങൾക്ക് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചീപ്പായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ചീപ്പ് ഇമ്പോർട്ട്സ്
മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ കൺസംഷനെ പ്രോപ്പപ്പ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിലുള്ള മാനുഫാക്ചറിങ് പതുക്കെ 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 ക്ഷയിക്കാൻ തുടങ്ങി. അതായത് US കൺസ്യൂമേഴ്സിന് പെട്രോൾ ഡോളർ ഒരു സബ്സിഡി പോലെ. കാരണം ഡോളറിൻ്റെ വില കൂടിയത് കൊണ്ട് അവർക്ക് ചീപ്പായിട്ടുള്ള ഇമ്പോർട്ട്സ്, അവർക്ക് പറഞ്ഞാൽ വ്യാപാരം നടത്തുന്നവർക്ക് ചീപ്പായിട്ട് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾ, ഇപ്പോൾ ചൈനയൊക്കെ അന്നൊരു ഇതുപോലുള്ള മാനുഫാക്ചറിങ് പവർ അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കുമല്ലോ ലോകത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് ചീപ്പായിട്ടുള്ള ഗുഡ്സ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനും കൺസ്യൂമേഴ്സിന്, അമേരിക്കൻ ജനങ്ങൾക്ക് അവരുടെ കൺസംഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും ചീപ്പായിട്ട്. അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായൊരു ദൂഷ്യഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീപ്പ് ഇമ്പോർട്ട്സ് ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ ഇപ്പം ഇന്ത്യയിലേക്ക് ചൈനയുടെ ഇമ്പോർട്ട്സ് ഒക്കെ വരുമ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറേഴ്സ് ആണ് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. അതുപോലെ തന്നെ അമേരിക്കയിൽ അന്നുണ്ടായിരുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് വളരെ പ്രശ്നമുണ്ടായി. എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള ഇമ്പോർട്ട്സ് അമേരിക്കൻ മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളെക്കാളിൽ വില കുറച്ച് അവർക്ക് സാധനങ്ങൾ കിട്ടിയതുകൊണ്ട് അമേരിക്കയിലുള്ള ഉൽപ്പാദന മേഖല തകർന്നടിയാൻ തുടങ്ങി പെട്ടെന്ന് പതുക്കെ പതുക്കെ. അപ്പോൾ അതാണ് ആ ഒരു കാരണം കൊണ്ടാണ് പതുക്കെ പതുക്കെ 70കളുടെ അവസാനം ചൈന അവരുടെ എക്കോണമി ഓപ്പൺ ചെയ്തു. പതുക്കെ അമേരിക്കയിലുള്ള ഈ മാനുഫാക്ചറിങ് മൊത്തവും 1 by 1 ആയിട്ട് ഗ്രാജ്വലി ചൈനയിലേക്ക്, അല്ലെങ്കിൽ ചൈന അതിൻ്റെ പ്രധാന ഒരു ഹബ്ബായിട്ട്, പിന്നെ ബാക്കി തൊട്ടടുത്ത് ഇപ്പോൾ വിയറ്റ്നാം അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യയെ കുറച്ചൊക്കെ അന്നില്ലാതെ ഇന്ത്യ എത്രയായിട്ട് എന്നാലും ഏറ്റവും വ്യാപകമായിട്ട് ചൈനയിലേക്ക് ഇത് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി അമേരിക്കൻ മാനുഫാക്ചറിങ് മൊത്തം എന്നാല്. അപ്പോൾ അമേരിക്കൻ മാനുഫാക്ചറിങ് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ജോബ് ലോസ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ കണ്ട ലോകം വേറൊരു ലോകമാണ്. ചൈന പതുക്കെ പതുക്കെ വളർന്നു വരുന്നു, ചൈന മാനുഫാക്ചറിങ് ജയൻ്റായിട്ട് വരുന്നു. മനസ്സിലായി. ഇതെല്ലാം അമേരിക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലും അതിൻ്റെ ഒരു ദോഷഫലമാണ് നമ്മളീ കണ്ടത്, പെട്രോൾ ഡോളറിൻ്റെ. അപ്പം ഇത് മാത്രമല്ല, അമേരിക്ക നേരിട്ട പ്രശ്നം, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ നേരിട്ടൊരു പ്രശ്നമാണ്. ഓയില് ഡോളറിലാണ് വിറ്റുകൊണ്ടിരുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചലഞ്ച്, വെല്ലുവിളി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കൻ ഡോളറിൻ്റെ അപ്രമാദിത്യം ഇല്ലാതാകും, അല്ലെങ്കിൽ കുറയും, തകരും എന്നുള്ളൊരു സാധ്യതകളുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ അമേരിക്ക പല രാജ്യങ്ങളെയും യൂണിലാറ്ററലായിട്ട് തന്നെ, ഏകപക്ഷീയമായിട്ട് തന്നെ അവരുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ കൊണ്ട് അവർ പൊറുതിമുട്ടി. ഇപ്പോൾ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ അവർ അമേരിക്കൻ ഡോളറിനെ തഴഞ്ഞിട്ട് ഇതൊക്കെ മറ്റ് കറൻസികളിലേക്ക് അവരുടെ ശ്രദ്ധ ചെലുത്തുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഓയിലിന് വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നതാണ്. പക്ഷേ ഓയിലിന് വേണ്ടിയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോ ഡോളർ സിസ്റ്റം, അല്ലെങ്കിൽ ഡോളറിൻ്റെ അപ്രമാദിത്യം, ഡോളറിൻ്റെ മൊണോപ്പൊളി നിലനിർത്താൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോഴും യുദ്ധം ചെയ്യുന്നത്. ഇപ്പോഴും ഇറാനിൽ നടക്കുന്ന യുദ്ധവും അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്തിന് നെടുന്തൂടാണ് അമേരിക്കൻ കറൻസി ഡോളർ എന്ന് പറഞ്ഞാൽ. ആ ഡോളറിൻ്റെ മോണോപോളി, അപ്രമാദിത്വം നിലനിർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് അമേരിക്ക ഇപ്പോഴും യുദ്ധം ചെയ്യുന്നത്. ഇറാഖാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട, നമുക്ക് കഴിഞ്ഞ 10, 30, 3 ദശാബ്ദത്തിൽ കണക്കുകൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറാഖാണ് എൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. 2000 വരെ ഏകദേശം ഒപ്പക് കൺട്രീസ് ഈ US ഡോളറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റൂള് വയലേറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ ഇറാഖും ഇറാനും എല്ലാം ഒപ്പക്കിലുള്ള രാജ്യങ്ങളാണ്. അപ്പം ഡോളർ അന്നും ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കറൻസിയാണ്. കാരണം ആ സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. 2000 ആയപ്പോഴത്തേക്ക്, 2000ൻ്റെ അവസരം ആയപ്പോഴത്തേക്ക് ഫ്രാൻസ് അതുപോലുള്ള ചില EU മെമ്പേഴ്സ്, ഈ യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സൊക്കെ സദാം ഹുസൈനോട് പറഞ്ഞു, പെട്രോ ഡോളർ മാറ്റിയിട്ട് യൂറോയിൽ, എന്നുവെച്ചാൽ പെട്രോ ഡോളർ എന്ന് പറഞ്ഞാൽ ഡോളർ ഇപ്പം ഇറാഖ് ഫ്രാൻസിലേക്കും ഈ പറഞ്ഞ ഫ്രാൻസിൻ്റെ കൂടെ നിന്ന് മറ്റ് ചില യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലേക്കും ഇറാഖ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ
ഡോളർ കൊടുക്കണ്ട, അതിന് പകരം യൂറോ നിങ്ങൾ ട്രേഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അറിയാമല്ലോ, ഡോളറിന് ഇപ്പോൾ ഉള്ള തൽസ്ഥിതി അവരുടെ അപ്രമാദിത്വത്തെ അല്ലെങ്കിൽ മോണോപ്പൊളിയെ ചലഞ്ച് ചെയ്യുന്നൊരു ഒരു സംഭവമായിട്ടത് മാറി. മാർച്ച് 2003 അമേരിക്ക ഇറാഖിനെ ഇൻവേഡ് ചെയ്യുകയും ചെയ്തു, അല്ലേ? അപ്പം ഇത് തുടങ്ങിയതോടുകൂടി റഷ്യ, ഇറാന്, ഇന്തോനേഷ്യ, വെനീസ്യൂല ഇതുപോലുള്ള രാജ്യങ്ങൾ, ഇതൊക്കെ അമേരിക്കയുടെ കണ്ണിലെ കരടുകളാണ് ശരിക്കും പറയുന്നത്. ഏവരും നോൺ യു എസ് ഡോളറിലേക്ക് ഓയിൽ ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചു. 2002 ഇറാന്റെ ഒപ്പക്കിലുള്ള റെപ്രസെൻറ്റേറ്റീവ് സ്പെയിനിലേക്ക് പോവുകയും സ്പെയിനിൽ പോയിട്ട് പുള്ളി ഒരു കോൺഫറൻസിൽ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ചർച്ചയിൽ പുള്ളി സംസാരിക്കുകയും ചെയ്തു. ഒപ്പൊക്കെ അധികം താമസിയാതെ, അല്ലെങ്കിൽ ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ ഡോളർ അല്ലാതെ യൂറോയിൽ കച്ചവടം നടത്തും അല്ലെങ്കിൽ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ജാവദ് യാർജരി എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ്, അതായത് ഇറാന്റെ ഒപ്പക്കിലുള്ള റെപ്രസെൻറ്റേറ്റീവ്, ഇറാന്റെ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പം അത് 2002 അപ്പോൾ ഈ 2025 ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ വാറെങ്കിൽ തന്നെയും ഇതൊക്കെ ഒന്നും രണ്ടും ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെയൊക്കെ പ്ലാനുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ സർവ്വസാധാരണമായി വിചാരിക്കുന്ന പോലെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ ഇറാഖ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടോ ഒന്നുമല്ല ഇവിടെ യുദ്ധം ഉണ്ടാകുന്നത്. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ്, മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിൻ്റെ ഹെജിമോണി എന്ന് പറയും ഇംഗ്ലീഷിൽ, അപ്രമാദിത്യം, സർവാധിപത്യം നിലനിർത്തുക, അതുവഴി അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ അപ്രമാദിത്യം, മോണോപ്പൊളി ഈ ലോകത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ യുദ്ധങ്ങളുടെ എല്ലാം മൂലകാരണം. അപ്പോൾ പെട്രോ ഡോളറിനെ ചലഞ്ച് ചെയ്യുന്ന ആരായാലും ശരി, അത് ചൈന ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, ഇറാൻ ആയാലും ശരി, ഇവൻ പാകിസ്ഥാൻ ആയാലും ശരി, അല്ലെങ്കിൽ അങ്ങനെ ചലഞ്ച് ചെയ്യുന്നതിന് വേണ്ടി അവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എന്ന് അമേരിക്കയും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന പടിഞ്ഞാറൻ സാമ്രാജ്യ ശക്തികൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ രാജ്യത്തിനെതിരെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാൻ ഉള്ള സാധ്യതകൾ ഉണ്ട്. അത് നമ്മൾ ഇറാഖിൻ്റെ വിഷയം മുതൽ ഇങ്ങോട്ട് കാണുന്നതാണ്. അതിനുശേഷം ലിബിയയിലും ഗദാഫി ഇത് തന്നെയാണ്. ഡോളറിൽ നിന്ന് മാറി പുതിയൊരു കറൻസി ഉണ്ടാക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയൊക്കെ ഒത്തു സംഘടിപ്പിച്ചൊരു പുതിയ യൂണിയൻ ഉണ്ടാക്കി ഒരു ഗോൾഡ് കറൻസി അങ്ങനെയാണ് ഒരു സംഭവത്തിലേക്ക് പോകാൻ വേണ്ടി ഉള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു. കാരണം ലിബിയയുടെ ഒത്തിരി ഗോൾഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലിബിയയിലെ അമേരിക്ക ആക്രമണം നടത്തിയതും ആ നേതാവിനെ അവർ കൊല ചെയ്തതൊക്കെ തന്നെ. പിന്നെ നമ്മൾ കാണുന്ന പല രാജ്യങ്ങളിലും, ഇപ്പോൾ സിറിയയിലായാലും ശരി, സിറിയയും ഈ പറഞ്ഞ ഇറാനുമായിട്ടും റഷ്യയായിട്ടും ഒക്കെ വളരെ അടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ ഡോളറിൽ നിന്ന് വിട്ടുമാറി ഈ യൂറോയിലേക്കോ അല്ലെങ്കിൽ ചൈനയുടെ യുവാനിലേക്കോ ഒക്കെ തന്നെ കറൻസിയുടെ ബേസിൽ അവർ ട്രേഡ് അല്ലെങ്കിൽ അവരുടെ വ്യാപാരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ US ഡോളറിനെ അത് ചലഞ്ച് ചെയ്യുന്നത് തുല്യമല്ല, ചലഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചലഞ്ചിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ആണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ പെട്രോ ഡോളറിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില വിഷയങ്ങൾ നമുക്ക് അടുത്ത ചില വീഡിയോകൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതായാലും ശരി, ഇറാഖിലെ യുദ്ധങ്ങളായാലും ശരി, ഇനിയും നമ്മൾ അഫ്ഗാനിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട യുദ്ധമായാലും ശരി, ലിബിയയിലുള്ള യുദ്ധമായാലും ശരി, മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്ന എല്ലാ യുദ്ധങ്ങളും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഡോളറിൽ നിന്നും മാറി പെട്രോ ഡോളറിനെ ഉപേക്ഷിച്ച് ഈ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട കറൻസി പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ റൂബിളോ അല്ലെങ്കിൽ ഈ യൂറോ അല്ലെങ്കിൽ ചൈനയുടെ യുവാൻ, റൻമിൻബി എന്ന് പറയുന്ന കറൻസിയിലൊക്കെ തന്നെ അവർ ട്രേഡ് നടത്താൻ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും. ഇപ്പം നാളെ ഇന്ത്യ ഡോളറിനെ ഡിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഇതുപോലുള്ള ശക്തമായിട്ടുള്ള അവരുടെ പിന്നെ എന്താണ് റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ അതിൻ്റെ മൂല കാരണം ഡോളറിൻ്റെ അപ്രമാദത്തെ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്രോ ഡോളറിൻ്റെ അപ്രമാദത്തെ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സൗദി UAE ഒക്കെ ഇറാൻ്റെ കൂടാണെന്നൊക്കെ പുറമേ പറയുമെങ്കിൽ തന്നെയും സൗദി UAE എന്ന് ഇറാൻ്റെ കൂടല്ല, അമേരിക്കയുടെ കൂടാണ്, ഇസ്രായേലിൻ്റെ കൂടാണ്. കാരണം പെട്രോ ഡോളർ സൗദിയുടെയും കൂടാണ്, UAEയുടെയും കൂടാണ്, അമേരിക്കയുടെയും കൂടാണ്. അപ്പോൾ അമേരിക്ക പറയുന്ന പോലെ ഈ സൗദി UAE ഒക്കെ
ആക്ട് ചെയ്യത്തുള്ളൂ, റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ആ, ഒരു അടിസ്ഥാന കാരണം. അല്ലാതെ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഹമാസ് ആക്രമിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഈ ജിഹാദി പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഇതിൻ്റെ റൂട്ട് കോസ്, മൂല കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പിന്നെ സാമ്രാജ്യ ശക്തിയുടെ പില്ലാറായിട്ടുള്ള, നെടുന്തൂണായിട്ടുള്ള പെട്രോ ഡോളർ അല്ലെങ്കിൽ ഡോളറിനെ ഈ രാജ്യങ്ങൾ ചലഞ്ച് ചെയ്തു തുടങ്ങി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഹാവ് എ വണ്ടർഫുൾ ഡേ.